അങ്ങനെ ഓണം അടിച്ചു പൊളിച്ച് ദേ വെക്കേഷനും തീരാറായി. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വെക്കേഷൻ ദേ തീരാറായി എന്ന് വേണമെങ്കിൽ പറയട്ടെ. എന്തൊരു വേഗം ദിവസങ്ങൾ പോയത്, വേഗം അങ്ങോട്ട് പോയി ഒരാഴ്ച. അങ്ങനെ ദേ സ്കൂളിലേക്ക് പോകാനായിട്ട് നാളെ തുടങ്ങി പോകണം. അപ്പോൾ ഇന്നും കൂടി അല്ലേ ഇനി അറമാളിക്കാനുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിള്ളേരെ കൊണ്ടൊന്ന് കളിപ്പിക്കാമെന്ന് വെച്ച് അടുത്തുള്ള ബീച്ചിലേക്കും പാർക്കിലേക്കൊക്കെ ഒന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇറങ്ങിയപ്പോൾ തുടങ്ങി എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ കിറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്നത്. തലവേദന എടുക്കുക, ഛർദ്ദിക്കാൻ വരെ എന്തൊക്കെയോ ബുദ്ധിമുട്ട്. അങ്ങനെ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് വേഗം ഞാൻ ഓടിപ്പോയി ഒരു പൈനാപ്പിൾ വാങ്ങിച്ചു കഴിച്ചു. അപ്പോഴാണ് എൻ്റെ വായും തലയൊക്കെ ഒന്ന് ശരിയായത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ബീച്ചിലാണെങ്കിൽ പൂരത്തിനുള്ള ആൾക്കാരായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദൂരെ എവിടെയോ കൊണ്ടാണ് പാർക്ക് ചെയ്തിട്ട് പിന്നെ ബീച്ചിലേക്ക് നടന്നു വരാൻ ചെയ്തിട്ട്. കാരണം വെക്കേഷൻ കഴിയാൻ പോണു, പിന്നെ സൺഡേ എല്ലാം കൂടി ഇപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ പോരാത്തതിന് നല്ല വെയിലെന്ന് പറഞ്ഞാൽ പോരാ, കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിൽ. അപ്പോൾ ബീച്ചിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ വേണം. ഒരാൾക്ക് പട്ടം വേണമെന്ന് പറഞ്ഞ് വാശി. അങ്ങനെ ലാസ്റ്റ് ചേട്ടനെന്ത് പട്ടം വാങ്ങിച്ചു കൊടുത്ത് അവരെ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം പട്ടം പറത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ പൂതിയൊക്കെ അവർക്ക് കഴിഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ വെള്ളത്തിൽ അറമാളിക്കൽ ഡുണ്ടോനിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ്. അതേ വെള്ളത്തിൻ്റെ അവിടേക്ക് ഓടി അങ്ങോട്ട് പോയി. പിന്നെ കുറേ നേരം കുഞ്ഞുങ്ങൾ വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ കൂടെ ഞങ്ങളുടെ ഒരു അച്ചാച്ചൻ്റെ മോനും കൂടി ഉണ്ടായി. അപ്പോൾ അവനങ്ങനെ കൊണ്ടുപോയി വെള്ളത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറച്ചു നേരം കളിച്ച്. പിള്ളേർ കുറേ നേരം വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളത്തിൽ അറമാളിച്ച് കഴിഞ്ഞാൽ വേറെ മാറാമല്ലോ. ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല, ഞങ്ങൾ കുറച്ചിങ്ങനെ മാറി നിന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങൾ സന്തോഷമായി വെള്ളത്തിൽ കളിച്ച്. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ അവിടെ DJ ഗാനമേള എന്തൊക്കെയോ പരിപാടി ഉണ്ടായി. അങ്ങനെ പാർക്കിലും കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന്